കന്യകാമറിയത്തിൻ്റെ ബഹുമാനാർത്ഥം ഈ തിരുനാൾ ആഘോഷിച്ചുകൊണ്ട് അവരുടെ സ്വർഗാരോപണത്തിൽ മാലാഖമാർ സന്തോഷിക്കുകയും ദൈവസുതനെ സ്തുതിച്ച് വാഴ്ത്തുകയും ചെയ്യുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിന്റെ സംസർഗം നിങ്ങളോടുകൂടെ യേശുക്രിസ്തുവിൽ സ്നേഹബഹുമാനപ്പെട്ട റിനോയിച്ച പ്രിയമുള്ള ബ്രദേഴ്സ്, നമ്മൾ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്വർഗാരോപണ തിരുനാൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനവും ആഘോഷിക്കുകയാണ്. ദിവ്യബലിയിലൂടെ സർവശക്തനായ ദൈവത്തോട് നമ്മുടെ രാജ്യത്തിനു വേണ്ടി, രാജ്യത്തെ ഭരിക്കുന്ന എല്ലാ ഭരണാധികാരികൾക്കും വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകമായി നമ്മുടെ രാജ്യത്തിനു വേണ്ടി അഭിവൃദ്ധി പ്രാപിക്കുവാൻ, സമൃദ്ധിയിൽ നമ്മുടെ രാജ്യം നിറവേറി ജീവിക്കുവാൻ, അതോടൊപ്പം തന്നെ കോവിഡ് മഹാമാരി നമ്മുടെ രാജ്യത്ത് നിന്നും നമ്മുടെ ദേശത്ത് നിന്നും ഇല്ലാതെയാകുവാനും വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്വർഗാരോപണ തിരുനാൾ നാം ആഘോഷിക്കുമ്പോൾ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാധ്യസ്ഥ ശക്തിയാൽ സർവശക്തനായ ദൈവത്തോട് നമുക്ക് ആവശ്യമായ സകല അനുഗ്രഹങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കാം. സഹോദരരുടെ ദിവരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ പറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തുപോയി. എൻ്റെ പരിശുദ്ധമറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം തന്നെ നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യ ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ.
നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം, അങ്ങേ പരിപാലനൻ പാപരഹിതമായ കന്യകാമറിയത്തിന്റെ സ്വർഗാരോപണ മഹത്വത്തിന്റെ വലിയ അടയാളത്തിന് കീഴിൽ ഭാരതം ഒരു സ്വതന്ത്ര രാഷ്ട്രമായി ജന്മമെടുത്തുവൻ. എല്ലാ തിന്മകളിൽ നിന്നും മോചിതരായി സ്വർഗീയകാര്യങ്ങളിൽ സദാ പതിച്ച് ഈ കന്യകയുടെ മഹത്വത്തിൽ പങ്കുചേരാനുള്ള അർഹത കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് തന്നരുളേണം. ഇവയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഹൃദയമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. വെളിപാടിന്റെ പുസ്തകത്തിൽ നിന്ന് സ്വർഗത്തിൽ ദൈവത്തിന്റെ ആലയം തുറക്കപ്പെട്ടു. സ്വർഗത്തിൽ വലിയൊരടയാളം കാണപ്പെട്ടു. സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ, അവളുടെ പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ, ശിരസിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം. അവൾ ഗർഭിണിയായിരുന്നു. പ്രസവവേദനയാൽ അവൾ നിലവിളിച്ചു. പ്രസവക്ലേശത്താൽ അവൾ ഞെരുങ്ങി. സ്വർഗത്തിൽ മറ്റൊരടയാളം കൂടി കാണപ്പെട്ടു. ഇതാ, അഗ്നിമയനായ ഒരു ഉഗ്രസർപ്പം. അതിന് 7 തലയും 10 കൊമ്പും, തലകളിൽ 7 കിരീടങ്ങൾ. അതിൻ്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 3-1 വാരിക്കൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു. ആ സ്ത്രീ പ്രസവിക്കുന്ന കുഞ്ഞിനെ വിഴുങ്ങാൻ സർപ്പം അവളുടെ മുൻപിൽ കാത്തുനിന്നു. അവൾ ഒരാൺകുട്ടിയെ പ്രസവിച്ചു. സകല ജനപദങ്ങളെയും ഇരുമ്പ് തണ്ടുകൊണ്ട് ഭരിക്കാനുള്ളവനാണ് അവൻ. അവളുടെ ശിശു ദൈവത്തിൻ്റെയും അവിടുത്തെ സിംഹാസനത്തിൻ്റെയും അടുത്തേക്ക് സംവഹിക്കപ്പെട്ടു. ആ സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി.
സ്വർഗത്തിൽ ഒരു വലിയ സ്വരം വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടു. ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവിടുത്തെ അഭിഷിക്തന്റെ അധികാരവും ആഗതമായിരിക്കും. കർത്താവിന്റെ വചനം. ദൈവത്തിന് നന്ദി. നിന്റെ വലതുവശത്ത് ഓഫീർ സ്വർണ്ണമണിഞ്ഞ് രാജ്ഞി നിൽക്കുന്നു. നിന്റെ വലതുവശത്ത് ഓഫീർ സ്വർണ്ണമണിഞ്ഞ രാജ്ഞി നിൽക്കുന്നു. നിന്റെ വലതുവശത്ത് ഓഫീർ സ്വർണ്ണമണിഞ്ഞ് രാജ്ഞി നിൽക്കുന്നു. നിന്റെ വലതുവശത്ത് ഓഫീർ സ്വർണ്ണമണിഞ്ഞ് രാജ്ഞി നിൽക്കുന്നു. നിന്റെ വലതുവശത്ത് ഓഫീർ സ്വർണ്ണമണിഞ്ഞ രാജ്ഞി നിൽക്കുന്നു. മകളെ കേൾക്കുക, ചെവി ചായ്ച്ച് ശ്രദ്ധിക്കുക. നിന്റെ ജനത്തെയും പിതൃഭവനത്തെയും മറക്കുക. നിന്റെ വലതുവശത്ത് ഓഫീർ സ്വർണ്ണമണിഞ്ഞ രാജ്ഞി നിൽക്കുന്നു. നിന്റെ വലതുവശത്ത് ഓഫീർ സ്വർണ്ണമണിഞ്ഞ രാജ്ഞി നിൽക്കുന്നു. അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തിൽ ആകർഷണനാകും. അവൻ നിന്റെ നാഥനാണ്. നിന്റെ വലതുവശത്ത് ഓഫീർ സ്വർണ്ണമണിഞ്ഞ രാജ്ഞി നിൽക്കുന്നു. നിന്റെ വലതുവശത്ത് ഓഫീർ സ്വർണ്ണമണിഞ്ഞ രാജ്ഞി നിൽക്കുന്നു. ആഹ്ലാദഭരിതരായി അവർ രാജകൊട്ടാരത്തിൽ പ്രവേശിക്കുന്നു. നിന്റെ വലതുവശത്ത് ഓഫീർ സ്വർണ്ണമണിഞ്ഞ രാജ്ഞി നിൽക്കുന്നു. നിന്റെ വലതുവശത്ത് ഓഫീർ സ്വർണ്ണമണിഞ്ഞ രാജ്ഞി നിൽക്കുന്നു. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഫേസോസുകാർക്ക് കൊറിന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്ന്. സഹോദരരെ, നിദ്ര പ്രാപിച്ച എല്ലാവരുടെയും ആദിഫലമായി ക്രിസ്തു മരിച്ചവരുടെയിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടു. ഒരു മനുഷ്യൻ വഴി മരണം ഉണ്ടായതുപോലെ ഒരു മനുഷ്യൻ വഴി പുനരുദ്ധാനം ഉണ്ടായി. ആദത്തിൽ എല്ലാവരും മരണാധീനരാകുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും പുനർജനിക്കും. എന്നാൽ ഓരോരുത്തരും താന്താങ്ങളുടെ ക്രമമനുസരിച്ചായിരിക്കും ആദ്യഫലം. ക്രിസ്തുവിന്റെ ആഗമനത്തിൽ അവനുള്ളതും അവന്റെ എല്ലാ ഭരണവും അധികാരവും ശക്തിയും നിർമ്മാർജ്ജനം ചെയ്ത് രാജ്യം പിതാവായ ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ എല്ലാറ്റിന്റെയും അവസാനമാകും. എന്നാൽ സകല ശത്രുക്കളെയും തന്റെ പാദസേവകരാകുന്നത് വരെ അവിടുന്ന് വാഴേണ്ടിയിരിക്കുന്നു. മരണമെന്ന അവസാന ശത്രുവും നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവിന്റെ വചനം. ദൈവത്തിന് നന്ദി. പരിശുദ്ധ മറിയം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. മാലാഖമണ്ഡലങ്ങൾ ആനന്ദത്താൽ ആറാടും. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. ആ ദിവസങ്ങളിൽ മറിയം യൂദയായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. അവൾ സക്കറിയായുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു. മറിയത്തിന്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിന്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി.
എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. അവൾ ഉദ്ഘോഷിച്ചു, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുത്ത് വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? ഇതാ, നിന്റെ അഭിവാദന സ്വരം എന്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എന്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി. കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. മറിയത്തിന്റെ സ്തോത്രഗീതം. മറിയം പറഞ്ഞു, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രഹാത്തോടും അവന്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ മറിയം അവളുടെ കൂടെ 3 മാസത്തോളം താമസിച്ചു. പിന്നെ വീട്ടിലേക്ക് മടങ്ങി. കർത്താവിന്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞ മാടനച്ചൻ, റിനോവേഷൻ, എൻ്റെ പ്രിയ ബ്രദേഴ്സ്, ഇന്ന് നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യമായിട്ട് 75 വർഷം പിന്നിടുന്നു. ഇന്നേ ദിവസത്തിൻ്റെ പ്രാർത്ഥനയും എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. നാം മാതാവിൻ്റെ ഗദ്ദീനെ ചൊല്ലുമ്പോൾ 42-ാമത്തേത് മാതാവിനെ സ്തുതിച്ചുകൊണ്ട് പറയുന്നത് വാഗ്ദാനത്തിന്റെ പേടകമാണ്. ആഗോള കത്തോലിക്ക സഭ സ്വർഗാരോഗ്യ മാതാവിന്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. ബൈബിളിൽ ഒരിടത്തും തന്നെ മാതാവിന്റെ സ്വർഗാരോഗ്യത്തെ കുറിച്ച് സംസാരിക്കുന്നില്ല. എന്നാൽ ഇത് എവിടെ നിന്നുണ്ടായി എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ ഉത്തരമുള്ളൂ, നമ്മുടെ പാരമ്പര്യത്തിൽ. 1950 12ാം പിയൂസ് മാർപ്പാപ്പയാണ് ഈ തിരുനാളിനെ സഭയിൽ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നത്. ഇന്ന് തിരുസഭാ മാതാവ് വിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന 1ാം വായന 11ാം അധ്യായം 19ാം വാക്യവും 12ാം അധ്യായം 6ാം വാക്യം 12ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളും പിന്നെ 10ാം വാക്യം. ഇതിന്റെ കാതലായ ഭാഗം ഇങ്ങനെയാണ്: സ്വർഗത്തിൽ ഒരാളെ കാണപ്പെട്ടു, സൂര്യനെ ഉടയാടാക്കിയ സ്ത്രീ, അവളുടെ പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ, അവളുടെ തലയിൽ 12 നക്ഷത്രം കൊണ്ടുള്ള കിരീടം, അവൾ ഗർഭിണിയായിരുന്നു. സങ്കീർത്തനം 84-ാം അധ്യായം 11ാം വാക്യം ഇങ്ങനെ പറയുന്നു: എന്റെ ദൈവമായ കർത്താവ് സൂര്യനും കവചവുമാണ്, അല്ല പരിചയമാണ്. ഇവിടെ ദൈവത്തെ സൂര്യനോട് ഉപമിക്കുകയാണ്. ഈ സൂര്യനെയാണ്, അഥവാ ഈ ദൈവത്തെയാണ് ഈ ഗർഭിണിയായ സ്ത്രീ തന്റെ കവചമായി ധരിച്ചിരിക്കുന്നത്. ചന്ദ്രൻ നമുക്കറിയാം, സ്വയം പ്രകാശിക്കാൻ കഴിയാത്ത ഒരു ഗ്രഹമാണ്. അതിൽ തികച്ചും അന്ധകാരമാണ്.
അതിനെയാണ് ഈ ഗർഭിണിയായ സ്ത്രീ തന്റെ കാൽപാദങ്ങൾക്കടിയിലാക്കിയിരിക്കുന്നത്. ഈ അന്ധകാരത്തിന് മറ്റൊരു സിംബോളിസം കൂടെയുണ്ട്. അതായത് സർപ്പം. നമ്മൾ ആ ഫ്രണ്ടിൽ കാണുന്ന രൂപത്തിൽ കാണാൻ സാധിക്കും മാധവന്റെ കാൽപാദങ്ങൾക്കടിയിൽ ആ സർപ്പത്തെ. പിന്നെ അവളുടെ തലയിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം. ഈ കിരീടം 12 ഇസ്രായേൽ ഗോത്രങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു. അതുപോലെ തന്നെ 12 ശിഷ്യന്മാരെ പ്രതിനിധാനം ചെയ്യുന്നു. ദൈവത്തെ മേലങ്കിയാക്കിയും അന്ധകാരത്തെ തന്റെ കാൽപാദങ്ങൾക്കടിയിലാക്കിയും 12 ഇസ്രായേൽ ഗോത്രങ്ങളെ തന്റെ കിരീടമാക്കി ധരിച്ച ഈ ഗർഭിണിയായ സ്ത്രീ ആരാണ്? ഇന്നത്തെ 1-ാം വായനയും 11-ാം അധ്യായം 19-ാം വാക്യം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. ഇന്നത്തെ 1-ാം വായനയിൽ നമ്മൾ വായിച്ചു കേട്ടത് 19-ാം അധ്യായം 11-ാം അധ്യായം 19 അടുത്ത വചനം ഇതിലുണ്ട്. ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: അപ്പോൾ സ്വർഗത്തിൽ ദൈവത്തിന്റെ ആലയം കാണാനായി. അടുത്ത വാക്യം ഇങ്ങനെയാണ്: അതിൽ വാഗ്ദാന പേടകം കാണാനായി. സ്വർഗത്തിന്റെ ആലയം, അതിൻ്റെ അകത്ത് വാഗ്ദാന പേടകം. നമ്മൾ പള്ളിയിൽ കയറുമ്പോൾ ആലയം, പിന്നെ സക്രാരി. ഈ വാഗ്ദാന പേടകം അവസാനമായി കാണുന്നത് ഇസ്രായേലിനെ ബാബിലോണിനെ ആക്രമിക്കാൻ വരുമ്പോഴാണ്. അപ്രത്യക്ഷമാകുന്ന ഈ വാഗ്ദാന പേടകം പിന്നെ പ്രത്യക്ഷപ്പെടുന്നത് വെളിപാടിന്റെ പുസ്തകം 11-ാം അധ്യായം 19-ാം വാക്യത്തിൽ. അതായത് സ്വർഗത്തിൽ. ഓരോ ഇസ്രായേൽക്കാരന്റെയും അഭിമാനവും അഹങ്കാരവുമായിരുന്നു ഈ വാഗ്ദാന പേടകം. കാരണം ഈ വാഗ്ദാന പേടകത്തിൽ നിന്നാണ് ഈ ദൈവം മോശയ്ക്ക് നൽകിയ 10 കൽപ്പനകളടങ്ങുന്ന ഫലകവും പിന്നെ ദൈവത്തിന്റെ ആത്മാവും കുടികൊണ്ടിരുന്നത്. അതിന്റെ അടുത്ത വചനമാണ്: സ്വർഗത്തിൽ ഒരടയാളം കാണപ്പെട്ടു, സൂര്യനെ ഉടയാടയാക്കിയ സ്ത്രീ, അവളുടെ പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ, ശിരസിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം. അടുത്ത വചനം ഇങ്ങനെയാണ്: അവൾ ഗർഭിണിയായിരുന്നു. ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, അവൻ ലോകത്തെ നീതിയിലും ന്യായത്തിലും വളർത്തേണം. എങ്കിൽ ഈ ശിശു ആരാണ്? പുതിയ നിയമം വ്യാഖ്യാനിക്കുമ്പോൾ അത് പറയുന്നത് യേശുക്രിസ്തു എന്നാണ്. അതായത് പഴയ നിയമത്തിൽ ആ വാഗ്ദാന പേടകത്തിന്റെ അകത്തിരുന്ന ആ നിയമങ്ങളുടെ പൂർത്തീകരണമാണ് പുതിയ നിയമത്തിലെ ഈ ശിശു. ഈ ശിശുവിനെ വഹിച്ച ഉദരം പരിശുദ്ധ കന്യാമറിയത്തിന്റെ ഉദരം. അതായത് പഴയ നിയമത്തിലെ വാഗ്ദാന പേടകത്തിന്റെ പൂർത്തീകരണമാണ് ഈ പുതിയ നിയമത്തിലെ വാഗ്ദാന പേടകമായ പരിശുദ്ധ കന്യാമറിയം. അതിന്റെ 7-ാമത്തെ വചനം ആരംഭിക്കുന്നത് പിന്നെ ഇങ്ങനെയാണ്. അത് ഇതിലില്ല, 6 വരെ ഇതിലുള്ളൂ. അതായത് സ്വർഗത്തിൽ വീണ്ടും ഒരടയാളം കാണപ്പെട്ടു. ആ അടയാളം നന്മയും തിന്മയും തമ്മിലുള്ള യുദ്ധമാണ്. അതിൽ മിഖായേലും തന്റെ കൂട്ടരും തിന്മയെ യുദ്ധം ചെയ്ത് കീഴ്പ്പെടുത്തുന്നു. പഴയ നിയമം വീണ്ടും വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും യോശുവ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം. അതായത് ഇസ്രായേൽ യുദ്ധത്തിന് പോകുമ്പോൾ ഈ വാഗ്ദാന പേടകമായി പോകുന്ന പതിവുണ്ട്. ഇവിടെ വെളിപാട് പുസ്തകത്തിൽ ഈ യോശുവ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം വായിക്കുമ്പോൾ അതായത് 6 ദിവസത്തെ യുദ്ധത്തെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് കാനാൻ ദേശം കയറി, കാനാൻ ദേശം കീഴ്പ്പെടുത്തി, പിന്നെ അവസാനം കീഴ്പ്പെടുത്താനുള്ളത് ജെറീക്കോ പട്ടണം. ഈ ജെറീക്കോ എന്ന വാക്കിനർത്ഥം തിന്മയുടെ നഗരം എന്നാണ്. അതായത് കാനാൻ ദേശം കീഴ്പ്പെടുത്തി കഴിഞ്ഞു, ജോഷുവയും പുരോഹിതന്മാരും ജെറീക്കോ പട്ടണത്തിനെ വളയുന്നു. അങ്ങനെ വാഗ്ദാന പേടകവുമായി മുൻപേ പോകുന്നു. 6 പ്രാവശ്യം വലയം വയ്ക്കുന്നു. തുടർന്ന് ജെറീക്കോ പട്ടണം നിലംപൊത്തുന്നു. അതായത് ഇസ്രായേൽ ജനം അപ്പോഴാണ് ഇസ്രായേൽ തങ്ങളുടെ കീഴിലാകുന്നത്. ഇസ്രായേൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ 2500 വർഷങ്ങൾക്ക് മുമ്പ് ബാബിലോൺ പ്രവാസത്തിന് ശേഷം വീണ്ടും ഇസ്രായേൽ ജനം
ലോകത്തിന്റെ പല നാനാഭാഗങ്ങളിലോട്ട് ചിതറിക്കപ്പെടുകയും പിന്നീട് ഒരുമിച്ച് കൂട്ടുന്നത് ദൈവം ഒരുമിച്ച് കൂട്ടുന്നത്, അതായത് ജോഷുവ ഒരുമിച്ച് കൂട്ടിയതുപോലെ വീണ്ടും ഒരുമിച്ച് കൂടുന്നത് 1947 സ്വാതന്ത്ര്യം കിട്ടിയ സമയം. അപ്പം ഈ ജെറീക്കോ പട്ടണം വീണ്ടും ഇസ്രായേലിന്റെ കീഴിലായിട്ടില്ല. 1967 6 ദിവസത്തെ യുദ്ധം വീണ്ടും പുനരാവർത്തിക്കപ്പെടുകയാണ് ചരിത്രത്തിൽ. അപ്പോൾ ഇസ്രായേൽ ഹെർമൺ മലനിരകൾ, ഗോലാൻ ഹൈറ്റ്സ്, പിന്നെ ജോർദാൻ, ബിയോണ്ട് ജോർദാൻ, ഇതെല്ലാം കീഴ്പ്പെടുത്തി കഴിഞ്ഞു. പിന്നെ അവസാനം കീഴ്പ്പെടുത്താനുള്ളത് 6 ദിവസം ഈ ജെറീക്കോ പട്ടണമാണ്. 6 ദിവസം വീണ്ടും ജെറീക്കോ പട്ടണം വീണ്ടും കീഴ്പ്പെടുത്തുന്നു. അത് വീണ്ടും ആ പുനരാവർത്തിക്കപ്പെടുക 1967. അത് ചരിത്രം വായിക്കുന്നത് ശരിക്കും അത് മനസ്സിലാവും. ഇവിടെ വെളിപാട് പുസ്തകത്തിൽ ഈ തിന്മയെ കീഴ്പ്പെടുത്തുവാനായി പരിശുദ്ധ കന്യാമറിയത്തിന്റെ സാന്നിധ്യത്തിൽ, അതായത് പുതിയ നിയമത്തിലെ വാഗ്ദാന പേടകത്തിന്റെ സാന്നിധ്യത്തിൽ വീണ്ടും യുദ്ധം നടക്കുക. അവരുടെ യുദ്ധത്തിനും ആ യുദ്ധമുഖത്ത് നിൽക്കുന്നത് മിഖായേൽ മാലാഖയും അവരുടെ ദൂതരും. 2 സാമുവേൽ 6-ാം അധ്യായം വായിക്കുമ്പോൾ ദാവീദ് രാജാവ് ഫിലിസ്തീനുമായി യുദ്ധത്തിന് പോയി തിരിച്ചു വരുന്നു. വാഗ്ദാന പേടകമായി തിരിച്ചു വരുന്നു. പിന്നെ ഈ വാഗ്ദാന പേടകത്തെ ദാവീദ് നിർമ്മിച്ച താൽക്കാലിക കൂടാരത്തിൽ സ്ഥാപിക്കുന്നു. ആ ദാവീദ് രാജാവ് വീണ്ടും തന്റെ സർവ്വശക്തിക്ക് ഉപയോഗിച്ച് ഈ വാഗ്ദാന പേടകത്തിന്റെ മുമ്പിൽ നൃത്തം ചെയ്യുന്നതായി കാണുന്നു. ഇതിന്റെ ഒരു പുനരാവർത്തനമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നാം കാണുന്നത്. അതായത് എലിസബത്ത് ഗർഭിണിയായ വിവരം കേട്ട് പരിശുദ്ധ കന്യാമറിയം തിടുക്കത്തിൽ യാത്ര പുറപ്പെടുന്നു. സക്കറിയയുടെ ഭവനത്തിൽ പ്രവേശിച്ച മാത്രയിൽ മറിയത്തെ കണ്ട മാത്രയിൽ എലിസബത്തിന്റെ ഉദരത്തിൽ ശിശു തുള്ളിച്ചാടുന്നു. വാഗ്ദാന പീഠത്തിന്റെ മുൻപിൽ ദാവീദ് എങ്ങനെ തുള്ളിച്ചാടിയോ അതുപോലെയാണ് ഇവിടെ എലിസബത്തിന്റെ ഉദരത്തിലെ ശിശു മറിയത്തെ കണ്ട മാത്രയിൽ, പുതിയ നിയമത്തില് ഈ വാഗ്ദാന പേടകത്തെ കണ്ട മാത്രയിൽ സന്തോഷത്താൽ തുള്ളിച്ചാടും. പരിശുദ്ധ കന്യാമറിയത്തിന്റെ ഈ ഉയർത്തിരുന്നാണ് ഒന്നാം വായന നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഈ നന്മയും തിന്മയും തമ്മിലുള്ള യുദ്ധത്തെ കുറിച്ചാണ്. അതിൽ മിഖായേലും ദൂതനും നന്മയുടെ വശത്ത് ചേർന്നുകൊണ്ട് പോരാടുന്നു. സെയിന്റ് ഇഗ്നേഷ്യസ് ഇങ്ങനെ പറയുന്നു: നാം ആയിരിക്കുന്ന ഈ ലോകത്ത് നാം നിരന്തരം യുദ്ധത്തിലാണ്. അത് ഈ നന്മയും തിന്മയും തമ്മിലുള്ള യുദ്ധമാണ്. പരിശുദ്ധ കന്യാമറിയവും വിശുദ്ധ മിഖായേൽ മാലാഖയും ദൂതരും ഈ നന്മയുടെ വശത്ത് ചേർന്നുകൊണ്ട് സത്യത്തിന് വേണ്ടി പോരാടി നമുക്ക് മാതൃകയായി. വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമുക്ക് സത്യത്തിന് വേണ്ടി സംസാരിക്കുക എന്ന് പറയുന്നത്. നമ്മളുടെ ഒരു ജീവിതം ഈ സത്യത്തിന് വേണ്ടി സാക്ഷ്യം നൽകാനാണ്. പാന്തിയോസ്കാലത്തിന്റെ മുൻപിൽ നിൽക്കുമ്പോൾ യേശു അവസാനം പറയുന്നത്, ഞാൻ വന്നത് ഈ സത്യത്തിന് വേണ്ടി സാക്ഷ്യം നൽകുവാനാണ്. ഈ സത്യത്തിന് വേണ്ടി സാക്ഷ്യം നൽകുമ്പോൾ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ത്യജിക്കേണ്ടി വരും. ഈ വളച്ചുകെട്ടുള്ള കാര്യങ്ങൾ പറയുന്നവർക്ക് ബാക്കി കുഴപ്പമില്ല. പക്ഷെ സത്യമായി പറയുന്നവർക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് തോന്നുന്നു സോക്രട്ടീസ് ആണെന്ന് തോന്നുന്നു. സോക്രട്ടീസ് അല്ലെങ്കിൽ അരിസ്റ്റോട്ടലാണ്. മനുഷ്യന് വേണ്ട ഏറ്റവും വലിയ വെർച്വ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, കറേജ്, ധൈര്യം ഉണ്ടെങ്കിൽ നമുക്ക് സത്യം എന്താണെന്ന് പറയാൻ സാധിക്കും. അല്ലെങ്കിൽ നമ്മളെ സത്യത്തെ നേരിടുവാൻ വേണ്ടി ഒരുപാട് നമ്മൾ ഭയക്കും. ഈ സത്യത്തെ പിന്തുടരണമെങ്കിലും നാം നമ്മെ ആത്മീയമായിട്ട് ഒരുക്കേണ്ടതായിട്ടുണ്ട്. ഈ പ്ലേറ്റോയുടെ ഫെഡ്രസ് എന്ന് പറയുന്ന വിശ്വപ്രസിദ്ധമായ ഒരു പുസ്തകമുണ്ട്. അതിൽ പ്ലേറ്റോ ഒരു മനുഷ്യനെ അവതരിപ്പിക്കുന്നത് ആ മനുഷ്യന് 2 ആത്മാക്കളുണ്ടെന്നാണ്. ഒന്ന് അദ്ദേഹത്തിന്റെ ആത്മാവ് നന്മയിലോട്ട് ചലിക്കും, മറ്റൊരു ആത്മാവ് അതെപ്പോഴും തിന്മയിലോട്ടായിരിക്കും ചലിക്കുന്നത്. ഈ തിന്മയിലോട്ട് ചലിക്കുന്ന ആത്മാവിനെ മരിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. ഇന്നത്തെ ഈ തിന്മയെ മരിക്കുവാനുള്ള
ഏറ്റവും വലിയൊരു കുറുക്ക് വഴിയാണ് ഇന്നലെ നാം ഒന്നാം വായനയിൽ കേട്ട മാതാവിൻ്റെയുള്ള ഭക്തിയും ഈ കൊന്ത നമസ്കാരം. ഇന്നത്തെ ഒന്നാം വായനയുടെയും ഇന്നത്തെ ഉയർപ്പ് തിരുനാളിന്റെ അടിസ്ഥാനത്തിൽ ദൈവം നമ്മോട് ചോദിക്കുന്ന ഓരോ ചോദ്യവും ഇതാണ്: നിങ്ങൾ ഓരോരുത്തരും അഥവാ നമ്മൾ ഓരോരുത്തരും ആരുടെ വശത്താണ്? നന്മയുടെയോ അതോ തിന്മയുടെയോ? ആമേൻ. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗ്ഗത്തിലെയും ഭൂമിയിലെയും ദൃശ്യമദൃശ്യമായ എല്ലാത്തിലെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകകർത്താവും ജാതനായ ഏകദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായ സത്യദൈവമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായവർക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ചു മനുഷ്യനായി തീർന്ന് പോന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ടു. വിശുദ്ധ ലിഖിതങ്ങളനുസരിച്ച് മൂന്നാം ദിവസം ഉയർത്തുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിനെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോട് പുത്രനുമൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പോസ്തലികമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. സഹോദരരെ, നമ്മുടെ സമൂഹത്തിന് വേണ്ടിയും ലോകത്തിന് വേണ്ടിയും നാം ഇപ്പോൾ അർപ്പിക്കുന്ന പ്രാർത്ഥനയിൽ നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്കും വേണ്ടി മാത്രമല്ല സകല ജനങ്ങൾക്കും വേണ്ടി കർത്താവായ ക്രിസ്തുവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. നരകവാതിലുകൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല എന്നരുൾ ചെയ്തുകൊണ്ട് തിരുസഭയുടെ അടിത്തറയെ ബലപ്പെടുത്തിയ നല്ല ഈശോയെ, തിരുസഭയുടെ പ്രവർത്തനങ്ങളിൽ അവർക്ക് കൂട്ടായിരിക്കണം. തിരുസഭയുടെ പരമാധ്യക്ഷനെ സവിനയം പരിപാലിക്കുകയും അദ്ദേഹത്തിന് അങ്ങയുടെ സഭയെ നയിക്കാനുള്ള വിവേകവും ശക്തിയും ആരോഗ്യവും പ്രദാനം ചെയ്യുകയും ചെയ്യണം. അങ്ങയുടെ മുന്തിരിത്തോപ്പിൽ ജോലി ചെയ്യുന്ന എല്ലാ മെത്രാന്മാരെയും വൈദികരെയും സ്ഥൈര്യവും ചൈതന്യവും നൽകി ശക്തിപ്പെടുത്തണമേ. അതോടൊപ്പം രക്ഷയുടെ സുവിശേഷത്തിലും കുഞ്ഞാടിന്റെ രക്തത്തിലും സ്വജീവിതങ്ങളെ കഴുകി വിശദീകരിക്കുവാൻ തിരുസഭയുടെ എല്ലാ അംഗങ്ങളെയും പ്രാപ്തരാക്കണമെന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ കർത്താവെ, ഞങ്ങളായിരിക്കുന്ന ദൈവഹിത സഭയെ പൂർണ്ണമായും അങ്ങേ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. മാവിൽ ചേർത്ത പുളിപ്പ് പോലെ ലോകമധ്യത്തിലായിരുന്നുകൊണ്ട് ക്രിസ്തുവിൽ സമാധാനവും സാഹോദര്യവും സ്ഥാപിക്കുവാനും ഞങ്ങളുടെ സ്ഥാപക പിതാവായ പരാമർശന്റെ ആദർശങ്ങളിലൂടെ അങ്ങേ നോക്കിക്കാണുവാനും സഭയിലെ എല്ലാ അംഗങ്ങളെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഡയറക്ടർ ജനറൽ അച്ഛനെയും എല്ലാ ഡയറക്ടർമാരെയും കൗൺസിൽ അംഗങ്ങളെയും വൈദിക ശ്രേഷ്ഠരെയും വൈദികാർത്ഥികളെയും ദമ്പതികളെയും മറ്റെല്ലാ അംഗങ്ങളെയും സഭയുടെ ആധ്യാത്മികതയ്ക്കും സിദ്ധിക്കും അനുസൃതമായി തങ്ങളുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാൻ പ്രാപ്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സച്ചിദാനന്ദ സ്വരൂപനായ ദൈവമേ, പരിശുദ്ധ ദേവമാതാവിന്റെ സ്വർഗാരോപണ തിരുനാൾ ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ തന്നെ ഞങ്ങളുടെ മാതൃരാജ്യമായ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുവാനുള്ള ഭാഗ്യം
പരിശുദ്ധ കന്യകയുടെ പ്രത്യേക മധ്യസ്ഥതയാൽ ഞങ്ങൾ ഞങ്ങളുടെ മാതൃരാജ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദാരിദ്ര്യം, പട്ടിണി, ധാർമ്മിക അധംപതനം, അസമത്വങ്ങൾ തുടങ്ങിയവ ഭാരതത്തിൽ നിന്നും തുടച്ചു മാറ്റി നീതിയും സ്നേഹവും വിളയുന്ന അങ്ങേ രാജ്യത്തിന്റെ മാതൃകയിൽ അവളെ പടുത്തുയർത്തണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനന്തനാൾ സ്വരൂപനായ ദൈവമേ, അനാഥർ, വിധവകൾ, സത്യത്തിനു വേണ്ടി പീഡ അനുഭവിക്കുന്നവർ, നീതിക്ക് വേണ്ടി ശബ്ദിച്ചതിന്റെ പേരിൽ കൊടും പീഡനം അനുഭവിക്കുന്നവർ, ദരിദ്രർ, കിടപ്പ് രോഗികൾ, ബലഹീനർ, കാരാഗ്രഹവാസികൾ, മക്കളില്ലാത്ത ദമ്പതികൾ, മക്കൾ ഉപേക്ഷിച്ച മാതാപിതാക്കൾ എന്നിവർക്കെല്ലാം വേണ്ടി ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. അനാഥന് അപ്പവും അപ്പനും വിശക്കുന്നവന് അപ്പവുമായിരിക്കണമേ. അങ്ങനെ ദൈവരാജ്യം ഭൂമിയിൽ കെട്ടിപ്പടുക്കുവാനുള്ള പ്രയത്നങ്ങൾ ഞങ്ങളെയും പങ്കാളികളാക്കി തീർക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിത്യജീവന്റെ സ്രോതസ്സായ യേശുനാഥ, എല്ലാ മനുഷ്യവിശ്വാസികളെയും ഓർക്കണമേ. പ്രത്യേകിച്ച് ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി സ്വജീവൻ ഹോമിച്ച എല്ലാ സ്വാതന്ത്ര്യ സമര സേനാനികളെയും ഞങ്ങൾ അങ്ങേ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. അങ്ങേ നിത്യഭവനത്തിലേക്ക് അവരെ സ്വീകരിച്ചുകൊണ്ട് അങ്ങയോടുകൂടെ നിത്യവിരുന്നിന് അവരെ യോഗ്യരാക്കി തീർക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിമിഷം നമ്മുടെ വ്യക്തിപരമായ എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളിലേക്ക് അങ്ങേ കാരുണ്യത്തിൻ്റെ ചെവി ചായ്ക്കുകയും അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരുടെ പ്രാർത്ഥനകൾ കനിവാർന്ന് ശ്രവിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി പ്രാർത്ഥന കേട്ടരുളണം. ആമേൻ. നിൻ
എന്നെ കഴുകിടണേ ഈ ബലിയിൽ നീ സ്വന്തമായിടാം. സഹോദരന്റെയും നിങ്ങളുടെയും സർവശക്തന പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും കർത്താവേ, ഞങ്ങളുടെ ഈ ആദരത്തിന്റെ സമർപ്പണം അങ്ങേ പങ്കിലേക്ക് ഉയരുകയും സ്വർഗാരോപതയായ ഏറ്റവും പരിശുദ്ധ കന്യകാമറിയത്തിന്റെ മാധ്യസ്ഥത ഞങ്ങളുടെ ഹൃദയം സ്നേഹാഗ്നിയാൽ ഉജ്ജ്വലിച്ച് അങ്ങേ നിരന്തരം അന്വേഷിക്കുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കരോടെ കർത്താവ് നിങ്ങളോട് കൂടെ ഉയർത്തുകയും കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തെ തന്നെ പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴിയും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണ്. എന്നാൽ അങ്ങേ സഭയുടെ പൂർത്തീകരണത്തിന്റെ ആരംഭവും പ്രതീകവുമായി തീർത്ഥാടക ജനത്തിന് ഉറച്ച പ്രത്യാശയുടെയും സമാശ്വാസത്തിന്റെയും അടയാളവുമായി കന്യകയായ ദൈവമാതാവ് ഈ ദിനം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. എല്ലാ ജീവന്റെയും ഉടയവനായി മനുഷ്യാവതാരം ചെയ്ത അങ്ങേ പുത്രൻ അത്ഭുതകരമായി ജന്മം നൽകിയ അവൻ കല്ലറയിൽ അഴിയുന്നത് കാണാൻ അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. ആകയാൽ മാലാഖകളോട് ചേർന്ന് അങ്ങേ ആഹ്ലാദപൂർവ്വം പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങൾ പ്രകീർത്തിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ കർത്താവാം ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ നിരുപാംഗേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും ഹോസാന ഹോസാന അത്യുന്നതങ്ങൾ ഹോസാന കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേറ്റം ധന്യരുമാ ഹോസാന ഹോസാന അത്യുന്നതങ്ങൾ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകും. ആകയാൽ അങ്ങേ ആത്മാവാൽ മലിനം പോയി ഈ കാണിക്കകൾ പവിത്രമാക്കണം. ഇങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ ശരീരവും രക്തവുമായി തീരുമാനമാകട്ടെ. അവിടെ തട്ടിക്കൊടുക്കപ്പെട്ട സമരസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു.
പ്രകാരമത്താഴം കഴിഞ്ഞ പാനപാത്രങ്ങളിൽ വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചു തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിന്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. ഞങ്ങളീ അപ്പം ഭക്ഷിക്കുകയും ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനും ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേർന്ന് ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ ജോസഫ് കളത്തിപ്പറമ്പിൽ മെത്രാപ്പോലിത്തയോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ എത്തിക്കണം. ഉയർപ്പിന്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണം. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാ മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യം എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ഭുതരായ ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായി നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗ്ഗത്തിൽ വാഴും ഞങ്ങൾ തൻ താതാ, നിൻ നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗ്ഗത്തിലെ പോലെ
അങ്ങേ കരുണയെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നില്ലേ, സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരുടെ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയും അങ്ങേ സഭയുടെ വിശ്വാസന്തരകന്മാർ അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കഴിയണം. ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന ഈ പ്രാർത്ഥന കർത്താവിന്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുകയും ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാടിനാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിന്റെ വിരുദ്ധനെ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹിക്കുക. കർത്താവേ, അങ്ങയുടെ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും.
മിശിഹായുടെ ദിവ്യാത്മാവേ എന്നെ ശുദ്ധീകരിക്കണമേ. മിശിഹായുടെ തിരുശരീരമേ എന്നെ രക്ഷിക്കണമേ. മിശിഹായുടെ തിരുരക്തമേ എന്നെ ലഹരിപ്പിടിപ്പിക്കണമേ. മിശിഹായുടെ തിരുവിലാപനകളമേ എന്നെ കഴുകണമേ. മിശിഹായുടെ കഷ്ടാനുഭവമേ എന്നെ ധൈര്യപ്പെടുത്തണമേ. നല്ല ഈശോയെ എന്റെ അപേക്ഷ കേൾക്കണമേ. അങ്ങേ തിരുമുറുകളുടെ ഇടയിൽ എന്നെ മറച്ചുകൊള്ളണമേ. നിന്നിൽ നിന്ന് അകന്നു പോകുവാൻ എന്നെ അനുവദിക്കരുതേ. ദുഷ്ടശക്തികളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ. എന്റെ മരണസമയത്ത് എന്നെ അങ്ങേ പക്കലേക്ക് വിളിക്കണമേ. നിന്റെ പരിശുദ്ധന്മാരോടുകൂടെ നിന്നെ സ്തുതിച്ചു കൊണ്ടാടുവാൻ അങ്ങേ പക്കലേക്ക് വരുവാൻ എന്നോട് കൽപ്പിക്കണമേ. കർത്താവായ യേശുവേ, ഇന്നേ ദിനം ഓരോ വിനാഴികയിലും അങ്ങേ പറ്റി ചിന്തിക്കുവാനും അതുവഴി അങ്ങയുടെ സാന്നിധ്യത്തിൽ ജീവിക്കുവാനും എനിക്ക് കൃപ നൽകണമേ. കർത്താവായ യേശുവേ, ഇന്നേ ദിനം എന്റെ ഹൃദയത്തിലെ എല്ലാ ദുഃഖവും വെറുപ്പും വിദ്വേഷവും അകറ്റുവാൻ അതുവഴി വിമർശിക്കാതെ സ്നേഹിക്കുവാൻ പരാതിപ്പെടാതെ സേവിക്കുവാൻ എനിക്ക് കൃപ നൽകണമേ. കർത്താവായ യേശുവേ, ഇന്നേ ദിവസം അങ്ങയുടെ കാരണങ്ങളെ പിന്തുടരുവാൻ അതുവഴി അങ്ങയുടെയും അങ്ങേ മാതാവിന്റെയും മാതൃക അനുകരിച്ച് എന്റെ ജീവിതത്തിലെ ഓരോ ദിവസവും സമാധാനത്തിനാകുവാൻ എനിക്ക് കൃപ നൽകണമേ. ആമേൻ. കർത്താവേ, പരിശുദ്ധ കന്യകാമറിയത്തിന്റെ തിരുനാളിൽ വിസ്മരണീയമായ ദാനങ്ങൾ സ്വീകരിച്ച ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഈ ദാനങ്ങൾ അങ്ങേ മക്കൾക്ക് അങ്ങ് വാഗ്ദാനം ചെയ്യുന്ന സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് നേരിടുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന അരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ മാതൃത്വം വഴി മാനവവംശത്തെ തന്റെ കാരുണ്യത്താൽ വീണ്ടെടുക്കുവാൻ തിരുവുള്ളമായ ദൈവം നിങ്ങളെ തന്റെ അനുഗ്രഹത്താൽ സമ്പന്നരാക്കാൻ കനിയുമാറാകട്ടെ. ജീവന്റെ ഉടയവനെ സ്വീകരിക്കുവാൻ അർഹയായ മറിയത്തിന്റെ മാധ്യസ്ഥം എപ്പോഴും എല്ലായിടത്തും നിങ്ങൾക്ക് അനുഭവപ്പെടുമാറാകട്ടെ. ഭക്തിനിർഭരമായ മാനസങ്ങളോട് ഈ ദിനമിവിടെ സമ്മേളിച്ചിരിക്കുന്ന ആത്മീയാനന്ദവും സ്വർഗീയ ദാനങ്ങളും സംഭവിക്കുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളിൽ വന്ന് എന്നും നിലനിൽക്കുമാറാകട്ടെ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി. അമല മനോഹരിയമ്മേ, അവിടുത്തെ സ്നേഹത്തിൻ മടിയിൽ തലയൊന്നു ചായ്ക്കാൻ തുടിക്കുന്നെന്നുള്ളം, തലയൊന്നു ചായ്ക്കാൻ തുടിക്കുന്നെന്നുള്ളം, അരികിൽ നീ വരണമേ. കാനായിലെ ആ ഭവനം